കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ എവരിവൺ, റേഡിയോ പ്രിയോറിൻ്റെ വനിതാ ദിന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വനിതാ ദിന സ്പെഷ്യൽ എപ്പിസോഡുമായി നിങ്ങളോടൊപ്പമുള്ളത് 7Bയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RJ ഗൗരി നന്ദയും RJ സാധികയും ദേവികയുമാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം സ്കൂൾ റേഡിയോ, റേഡിയോ പ്രിയോർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8, ലോകമെമ്പാടുമുള്ള പെൺകരുത്തിനെ ഓർമ്മിക്കുന്ന ദിവസം, അന്താരാഷ്ട്ര വനിതാ ദിനം. അതെ, ഈ സുദിനത്തിൽ നമ്മുടെ സ്കൂൾ റേഡിയോയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച ചില പ്രശസ്ത വനിതകളുടെ വാക്കുകൾ നമുക്ക് കേട്ടാലോ? ആദ്യം നമുക്ക് മലാല യൂസഫ്സായി പറഞ്ഞ ആ വിഖ്യാതമായ വരികൾ കേൾക്കാം. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ഇതിന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. വിദ്യാഭ്യാസമാണ് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആയുധമെന്ന് മലാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ കൈകളിൽ ഭാവിയുടെ താക്കോലുണ്ട്, ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. കാരുണ്യത്തിന്റെ ഉറവിടമായ മദർ തെരേസയുടെ വാക്കുകൾ. നമുക്ക് എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയും. ബഹിരാകാശത്ത് ഇന്ത്യയുടെ പെരുമ ഉയർത്തിയ കൽപ്പന ചൗളയുടെ സന്ദേശം: സ്വപ്നങ്ങളിൽ നിന്നും വിജയത്തിലേക്കുള്ള വഴി നിലവിലുണ്ട്, അത് കണ്ടെത്താനുള്ള കാഴ്ചപ്പാടും ധൈര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വനിതാ ദിനത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: ലോകത്തിന്റെ പകുതി ഭാഗമായ സ്ത്രീകളെ ബഹുമാനിക്കാനും അവരുടെ സ്വപ്നങ്ങൾക്ക് തണലാകാനും നമുക്ക് സാധിക്കണം. നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, അധ്യാപികമാർ, അവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ നേരുന്നു. You are listening to Radio Prior, presented by Little Kites, St. Philomna's HSS Kunammav. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മാർച്ച് 8, ലോകം മുഴുവൻ സ്ത്രീ ശക്തിയെ ആദരിക്കുന്ന ദിനം. ധൈര്യം, സ്നേഹം, കരുണ, സഹനം, സമർപ്പണം, ഈ എല്ലാ മഹത്തായ ഗുണങ്ങളുടെയും പ്രതീകമാണ് സ്ത്രീ. ഇന്നത്തെ ഈ പ്രത്യേക അവസരത്തിൽ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി അനു സുനിൽ മാഡം വനിതാ ദിന സന്ദേശവുമായി നമ്മോടൊപ്പം ഉണ്ടെന്നത് വലിയ സന്തോഷമാണ്. മാഡത്തിൻ്റെ വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ശക്തി നൽകുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ വനിതാ ദിന സന്ദേശവുമായി ശ്രീമതി അനു സുനിൽ നമ്മോടൊപ്പം ചേരുന്നു. പ്രിയ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കുട്ടികളെ, റേഡിയോ പ്രിയോർ ശ്രോതാക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. ഇന്ന് മാർച്ച് 8, ലോക വനിതാ ദിനം. സ്ത്രീകളുടെ കരുത്തിനെയും കഴിവിനെയും സമർപ്പണത്തെയും ലോകം ആദരിക്കുന്ന ഒരു പ്രത്യേക ദിനം. ഒരു കുടുംബത്തിൻ്റെ അടിത്തറയും സമൂഹത്തിൻ്റെ ആത്മാവും ഒരു നാടിൻ്റെ പുരോഗതിയുടെ അടയാളവുമാണ് സ്ത്രീകൾ. അമ്മയായി, അധ്യാപികയായി, ആരോഗ്യ പ്രവർത്തകയായി, കർഷകയായി, തൊഴിലാളിയായി, ശാസ്ത്രജ്ഞയായി, വിദ്യാർത്ഥിനിയായി സ്ത്രീകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും സമത്വവും സുരക്ഷയും ഉറപ്പാക്കുമ്പോഴാണ് ഒരു നാട് യഥാർത്ഥത്തിൽ മുന്നേറുന്നത്. സ്ത്രീകളെ ആദരിക്കാം, പെൺകുട്ടികളുടെ നല്ല സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാം.
സമത്വമുള്ള ഒരു സമൂഹം നമുക്കൊരുമിച്ച് നിർമ്മിക്കാം. നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ വനിതാ ദിനാശംസകൾ. നന്ദി. സംഗീതം എന്നത് കാലവും സംസാരവും അതിരുകളും മറികടക്കുന്ന ഒരു ശക്തിയാണ്. പരമ്പരാഗതത്തിൻ്റെ താളവും നവീനതയുടെ സ്വരവും ഒന്നായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മായാജാലം തന്നെയാണ്. അതാണ് ഫ്യൂഷൻ സംഗീതം. കേരളത്തിൻ്റെ നാട്ടുനാദങ്ങളും സംഗീതത്തിൻ്റെ താളഭംഗിയും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ജനിക്കുന്ന ആ മനോഹര അനുഭവം ഇപ്പോൾ നമുക്ക് മുൻപിൽ വിരിയാനിരിക്കുകയാണ്. പഴമയുടെ മണവും പുതുമയുടെ നിറവും ചേർന്ന ഒരു സംഗീതയാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? 7Bയിൽ നിന്നും ഫ്യൂഷൻ സോങ്ങുമായി എത്തുന്നു സാധിക, കൃഷ്ണവേണി, ശ്രേയ, ആരാധ്യ ആൻഡ് പ്രവ്യ. കാട്ടു ചെമ്പകം പൂത്തോട്ടെ, നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള കന്നിൽ പെണ്ണാണേ. കാത്തു കിട്ടിയ മുത്താണ്, തേടി കിട്ടിയ പൊന്നാണ്, കട്ടെടുത്തൊരു മോഹസ്വത്താണ്. തത്തിനദിൻ ദിനദിൻ ദിനദിൻ ദാ, തത്തിനദിൻ ദിനദിൻ ദിനദിൻ ദാ. ഗോകുല ബാല ബാലക, ഗോപികമാരുടെ കാമുക, ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. പടമുടുത്ത വല്ലഭ കപട നാട്യ സൂത്രക, ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. വെണ്ണ കട്ട കുറുമ്പനായി, കലമുടച്ച കറുമ്പനായി, താലിക്കോലും കയ്യിൽ കൊണ്ടേവാ കള്ളക്കണ്ണ. ഓടത്തണ്ടാൽ ചുണ്ടിൽ ചേർത്തേവാ കള്ളക്കണ്ണ. ഗോകുല ബാല ബാലക, ഗോപികമാരുടെ കാമുക, ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. പടമുടുത്ത വല്ലഭ കപട നാട്യ സൂത്രക, ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, തുത്തുരു തുത്തുരു പൂത്തുമ്പി തുത്തുരു തുത്തുരു തൂ. പല്ലാക്കു മുക്കുട്ടി കല്ലുമിനുങ്ങി, തുത്തുരു തുത്തുരു പൂത്തുമ്പി തുത്തുരു തുത്തുരു തൂ. കല്യാണ ചെമ്പുന്നിൽ താലി കിലുങ്ങി, അല്ലിപ്പൂലോലാക്കിൻ ചേലു കിളുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണണ്ട. അമ്മ പൊൻകലം കാലിനാലേ താളം പിടിക്കണണ്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സംസ്കൃതം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അമൂല്യമായ ഭാഷയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ജ്ഞാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ദാർശനിക ചിന്തകളുടെയും നിധിയായി നിലകൊള്ളുന്ന ഈ ദിവ്യഭാഷ മനുഷ്യരുടെ മനസ്സുകളെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, മഹാകാവ്യങ്ങൾ, ശ്ലോകങ്ങൾ എല്ലാം സംസ്കൃതത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നവയാണ്. ഇത്തരം മഹത്തായ ഭാഷയുടെ മാധുര്യത്തിൽ വനിതാ ദിനത്തിൻ്റെ മഹത്വം പങ്കുവെക്കുന്നത് നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. സ്ത്രീ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. കുടുംബത്തെയും സമൂഹത്തെയും ഒരുമിച്ച് നയിക്കുന്ന പ്രകാശമാണ് സ്ത്രീ. എത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവത എന്ന സംസ്കൃത വാക്യം സ്ത്രീകളുടെ മഹത്വം എത്ര ഉയർന്നതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ വനിതാ ദിനാശംസകൾ സംസ്കൃത ഭാഷയിൽ നമ്മോട് പങ്കുവയ്ക്കുക എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്കൃതം അധ്യാപിക വിജയലക്ഷ്മി ടീച്ചർ. നമുക്കിപ്പോൾ വിജയലക്ഷ്മി ടീച്ചറുടെ വാക്കുകൾ ശ്രവിക്കാം. നമസ്തേ.
സുമനസഃ പ്രഥമം കർത്തവ്യമേവ സ്ത്രീസംരക്ഷണം. എത്ര നാര്യഃ പൂജ്യന്തെ തത്രൈവ ശ്രീഃ പരിലസതി. ശ്രിയഃ പുരുഷസ്യേവ സമൂഹസ്യാപി അർദ്ധാംഗിന്യോ ഭവന്തി. താഃ ഭഗവതഃ രമ്യാ സൃഷ്ടിഃ. ശ്രിയഃ ഏവ ഗൃഹസ്യ ശ്രിയഃ. സ്ത്രീപുരുഷയോः പവിത്രः ബന്ധः एव गार्हिकसामुदायिकजीवितस्य विजयमन्त्रः. अस्माकं पौराणिकसंस्कृतेः महत्त्वं मनसि निधाय स्त्रीणाम् आदरं कर्तुं सर्वे प्रतिज्ञाबद्धाः भवेयुः. सर्वेषां स्त्रीजनानां निरामयं निर्दुरन्तं निर्भयं च जीवितं भवतु. സർവേഷാം വനിതാദിനസ്യ ആശംസാഃ. ധന്യവാദः. ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ സ്ത്രീകളുടെ നേട്ടങ്ങളും ചരിത്രവും പ്രചോദനകരമായ കഥകളും നമുക്ക് കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു മനോഹര പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വനിതാ ദിന ക്വിസ് മത്സരം. വിദ്യയാണ് ശക്തി, അറിവാണ് ആത്മവിശ്വാസം. അപ്പോൾ നമ്മുടെ അറിവും ചിന്താശേഷിയും പരീക്ഷിക്കാൻ തയ്യാറായോ? Here comes the wonderful girls team of 7B for the Women's Day Quiz Competition. Here we go. കൂട്ടുകാരെ, ഇന്ന് വനിതാ ദിനായത് കാരണേ നമുക്ക് കുറച്ച് ക്വസ്റ്റ് ചോദിച്ചാലോ? അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഞാൻ പറയാം. അയച്ച പറ. ഇന്ദിരാഗാന്ധി അല്ലേ? കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ സുജാതയുടെ യഥാർത്ഥ പേരെന്താണ്? VS സുജാത. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണെന്നൊന്ന് പറഞ്ഞേ. ജാനകി രാമചന്ദ്രൻ. കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. അന്നപൂർണ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അന്നപൂർണ ദേവി. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ IPS ഓഫീസർ ആരാണ്? കിരൺ ബേദി. കറക്റ്റ് ആൻസർ. അടുത്തത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാള സിനിമയിലെ ആദ്യ വനിതാ സംവിധായിക ആരാണ്? പ്രിയദർശിനിയാണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടി. PK റോസി. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ കളക്ടർ ആരാണ്? ഷീല തോമസ് അല്ലേ? കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് മിക്കവർക്കും അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? നജ്മ ഹെപ്തുള്ള അല്ലേ? കറക്റ്റ് ആൻസർ. 10th ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ വനിതാ കവിയത്രി ആരാണ്? ലോകനീതി പത്മാവതി. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജ് ആരാണ്? M ഫാത്തിമ ബീവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ DGP ആരാണ്? ജേക്കിൾ തോമസ്. കറക്റ്റ് ആൻസർ. മലയാള സിനിമയിലെ ആദ്യ വനിതാ നടി ആരാണ്? PK റോസി. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ചോഗിലി അദിർ. കറക്റ്റ് ആൻസർ. നമ്മുടെ ക്വിസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ വനിതാ ബാങ്ക് മാനേജർ ആരാണ്? KC ജോസഫ്. കറക്റ്റ് ആൻസർ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വനിതാ ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആൻമരിയ ജോൺസനെ ക്ഷണിക്കുന്നു. എല്ലാ വർഷവും മാർച്ച് 8 ലോകമെമ്പാടും ഈ ദിനം ആഘോഷിക്കുന്നു. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നുവെന്നും സമൂഹത്തിന് അവർ നൽകുന്ന സംഭാവനകൾ എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നും ലക്ഷ്യമിട്ടാണ് ഈ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുജോലികൾക്ക് പുറമെ വിദ്യാഭ്യാസ സേവനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ നിരവധി മേഖലകളിൽ സ്ത്രീകളുടെ സംഭാവന വളരെ സവിശേഷമാണ്. സ്ത്രീധനത്തിനെതിരായ ക്യാമ്പയിനുകൾ, ലൈംഗിക സമത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, സംരംഭകത്വം വളർത്തിയെടുക്കൽ എന്നിവ ഈ ദിനത്തിൽ പ്രോത്സാഹിക്കപ്പെടുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ നടപടിയെടുക്കാനും വനിതാ ഹെൽപ്പ് ലൈൻ ശക്തിപ്പെടുത്താനും ഈ ദിനം ഊന്നൽ നൽകുന്നു.
നമുക്ക് എല്ലാ സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും ബഹുമാനവും നൽകി അവരെ ശക്തീകരിക്കാൻ ഒത്തുചേരാം. സംഗീതം എന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു മായാജാലമാണ്. വാക്കുകൾ പറയാൻ കഴിയാത്ത വികാരങ്ങൾ പോലും സംഗീതം എളുപ്പത്തിൽ പറഞ്ഞു തരും. അതിൽ പ്രത്യേകിച്ച് പിയാനോയുടെ നാദം, അതൊരു മനോഹരമായ അനുഭവമാണ്. ഓരോ കീയും സ്പർശിക്കുമ്പോൾ ഹൃദയത്തിൽ താളമിടിക്കുന്ന ഒരു അനുഭൂതി. ഇപ്പോൾ ആ മധുരനാദങ്ങൾ കൊണ്ട് നമ്മെ ആസ്വാദനത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ എത്തുകയാണ് നമ്മുടെ സ്വന്തം സഹപാഠി ഗൗരീഷ്. അവൻ്റെ വിരൽത്തുമ്പുകളിൽ നിന്നും ഒഴുകുന്ന സംഗീതം നമ്മുടെ ഈ ദിനത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. കേൾക്കാം ഗൗരീഷിൻ്റെ പിയാനോ നേരത്തെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. You are now listening to Radio Priyo. Poetry is a beautiful form of expression that allows us to feel the depth of emotions through simple yet powerful words. The poem we are about to hear is written by the legendary poet Rabindranath Tagore, a literary genius who enriched the world literature with his profound thoughts and poetic beauty. Today's recitation is from his famous collection, The Gardener. His poem gently portrays the tender feelings of admiration, innocence, and the delicate beauty of love expressed through the nature. Now, let us listen to the wonderful recitation presented by Aisha Minha of Standard 7B. I plucked your flower, O world. I pressed it to my heart, and the thorn pricked. When the day waned and it darkened, I found that the flower had faded, but the pain remained. More flowers will come to you with perfume and pride, O world, but my time
for flower gathering is over, and through the dark night I have not my rose, only the pain remains. ഒരു നല്ല പുസ്തകം നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും പുതുവഴികളിലേക്ക് നയിക്കാൻ കഴിവുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന അനേകം കൃതികൾ ലോക സാഹിത്യത്തിലുണ്ട്. അത്തരമൊരു പ്രശസ്ത കൃതിയാണ് പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ രചിച്ച ദി ആൽക്കമിസ്റ്റ്. ലോകമെമ്പാടും വായനക്കാരുടെ മനസ്സ് കീഴടക്കിയ ഈ നോവൽ നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മനോഹര കൃതിയുടെ ഒരു ചെറു പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്നത് 7Bയിൽ നിന്നും ദേവിക. സ്പെയിനിലെ അന്തലൂഷ്യൻ പുൽമേടുകളിൽ ആടുകളെ മേച്ചു നടന്നിരുന്ന സാന്റിയാഗോ എന്ന യുവാവിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾക്ക് താഴെ ഒരു നിധി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ആവർത്തിച്ചു സ്വപ്നം കാണുന്നു. ഒരു സാധാരണ ഇടയന്റെ ജീവിതം ഉപേക്ഷിച്ച് കടൽ കടന്ന് അജ്ഞാതമായ മരുഭൂമികളിലൂടെ അവൻ നടത്തുന്ന യാത്രയാണ് ഈ നോവൽ. യാത്രക്കിടയിൽ അവന് ഒരു രാജാവിനെയും ഒരു സ്ഫടിക വ്യാപാരിയെയും മരുഭൂമിയിലെ സുന്ദരിയായ ഫാത്തിമയെയും ഒടുവിൽ സാക്ഷാൽ ആൽക്കമിസ്റ്റിനെയും കണ്ടുമുട്ടേണ്ടി വരുന്നു. ഈ ഓരോ കൂടിക്കാഴ്ചയും അവനെ ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ പുസ്തകത്തെ ഇത്രമേൽ പ്രിയങ്കരമാക്കുന്നത് അതിലെ ചില മനോഹരമായ ദർശനങ്ങളാണ്. ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. അത് തിരിച്ചറിയുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം. വാക്കുകൾക്കതീതമായ ഒരു ഭാഷ പ്രപഞ്ചത്തിനുണ്ട്. പ്രകൃതി നൽകുന്ന അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിയായ വഴി കണ്ടെത്താനാകും. പരാജയപ്പെടുമെന്ന ഭയമാണ് ഒരു സ്വപ്നത്തെ അസാധ്യമാക്കുന്ന ഏക കാര്യം എന്ന് പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. പൗലോ കൊയ്ലോയുടെ എഴുത്ത് ശൈലി വളരെ ലളിതമാണ്. ഒരു കുട്ടിക്കഥ പറയുന്ന ലാഘവത്തോടെ അദ്ദേഹം ജീവിതത്തിലെ വലിയ തത്വങ്ങൾ അവതരിപ്പിക്കുന്നു. മലയാളം വിവർത്തനത്തിലും ഈ ലാളിത്യം ചോർന്നു പോകാതെ നിലനിർത്തിയിട്ടുണ്ട് എന്നത് വായനക്കാരെ ആകർഷിക്കുന്ന ഘടകമാണ്. ഈ പുസ്തകം വായനക്കാരെ സ്വാധീനിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലൂടെയാണ്. നാം ഒറ്റയ്ക്കല്ലെന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാൻ പ്രപഞ്ചം സജ്ജമാണെന്നും ഇത് വിശ്വസിപ്പിക്കുന്നു. നിധി തേടിയുള്ള യാത്രയിൽ സാന്റിയാഗോയ്ക്ക് എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ അവർ തയ്യാറാകുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദമോ ഭാവിയിലെ ആശങ്കയോ ഇല്ല. മറിച്ച് വർത്തമാനകാലത്ത് ജീവിക്കുന്നതാണ് സന്തോഷമെന്ന് നോവൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർച്ച അനുഭവിക്കപ്പെടുമ്പോൾ കയ്യിലെടുക്കാൻ പറ്റിയ മികച്ച ഔഷധമാണ് ഈ പുസ്തകം. നിധി എവിടെയെന്നറിയുന്നതിനേക്കാൾ ആ നിധി തേടിയുള്ള യാത്രയിൽ സാന്റിയാഗോ കൈവരിക്കുന്ന മാറ്റമാണ് ഈ കഥയെ മഹത്വമാക്കുന്നത്. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ ആഴ്ചത്തെ സ്കൂൾ വാർത്തകളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് 7Bയിൽ നിന്നും നമ്മുടെ സ്വന്തം വിഘ്നേഷാണ്. അപ്പോൾ നമുക്ക് വാർത്തകൾ കേട്ടാലോ? എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചത്തെ റേഡിയോ വാർത്തയിലേക്ക് സ്വാഗതം. മാർച്ച് 5-ാം തീയതി ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ ആരംഭിച്ചു. കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെ വിദ്യാധനം ട്രസ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫലവൃക്ഷ തൈകളും സ്കൂൾ കുട്ടികൾക്ക് വേപ്പിൻ തൈകളും നൽകുകയുണ്ടായി. മാർച്ച് 3-ാം തീയതി വൃക്ഷത്തൈകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും കുട്ടികളെല്ലാം തൈകൾ കയ്യിലേന്തി ഹൃദയാകൃതിയിൽ നിന്നുകൊണ്ട് പ്രകൃതിക്കായി ഒരു ഹൃദയമൊരുക്കി. സെൻറ്റ് ഫിലോമിനാസ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ സർവം മയം എന്ന രക്ഷകർത്താ ബോധവൽക്കരണ പരിപാടി 2026 നമ്മുടെ വിദ്യാലയത്തിലും അതോടൊപ്പം തന്നെ ചേരാനല്ലൂർ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിലും നടത്തുകയുണ്ടായി. UP വിഭാഗം കുട്ടികളുടെ മികവുത്സവമായ പഠനോത്സവം മാർച്ച് 3-ാം തീയതി നടത്തപ്പെട്ടു. ഇതോടെ സ്കൂൾ റേഡിയോ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വനിതാ ദിന സ്പെഷ്യൽ എപ്പിസോഡ് ഇതോടെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ പരിപാടികളിലൂടെ സ്ത്രീകളുടെ ശക്തിയും ആത്മവിശ്വാസവും കരുത്തും നേട്ടങ്ങളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. സ്ത്രീ എന്നത് ഒരു ബന്ധത്തിൻ്റെ പേര് മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെ പ്രതീകവും സഹനത്തിൻ്റെ രൂപവും ധൈര്യത്തിൻ്റെ ശബ്ദവുമാണ്. ഓരോ അമ്മയും അധ്യാപികയും സഹോദരിയും സുഹൃത്തും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ദീപങ്ങളാണ്. വനിതാ ദിനം ഒരു ദിവസം മാത്രമുള്ള ആഘോഷമല്ല. ഓരോ ദിവസവും സ്ത്രീകളെ ആദരിക്കാനും അവരുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കാനും നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ട ദിനമാണ്. ഇന്നത്തെ പരിപാടി നിങ്ങൾ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ റേഡിയോ ടീമിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്കൂൾ റേഡിയോ. അടുത്ത പരിപാടിയുമായി എത്തുന്നതുവരെ സ്റ്റേ ട്യൂൺ ടു റേഡിയോ പ്രിയോൺ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഈസ് RJ ഗൗരി നന്ദ, RJ സാധിക, RJ ദേവിക സൈനിങ് ഓഫ്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.